നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വൈറ്റ് ഹൗസിലെത്തിയത്. അപൂർവ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടിയായിരുന്നു സെലൻസ്കി എത്തിയത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അന്ന് അവിടെ നടന്നത്. ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചു. സെലൻസ്കിയും ട്രംപുമായുള്ള ചർച്ചയിൽ വാക്കേറ്റവും വെല്ലുവിളിയും വരെ ഉണ്ടായി. ഇതേ തുടർന്ന് ചർച്ച അലസി പിരിഞ്ഞു. നാടകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ട്രംപ് റദ്ദാക്കിയിരുന്നു. പിന്നാലെ വൈറ്റ് ഹൗസിൽ നിന്ന് സെലൻസ്കി മടങ്ങിപ്പോയി. എന്നാൽ ഇപ്പോൾ ട്രംപിനോട് സെലൻസ്കി മാപ്പ് പറഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വൈകാതെ ഉണ്ടാകുമെന്നാണ് വിവരം. യുക്രൈനുമായുള്ള സൈനിക സഹായം US നിർത്തിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് സെലൻസ്കി ട്രംപിന് കത്തയച്ചത്. ട്രംപുമായുണ്ടായ വാഗ്വാദത്തിൽ സെലൻസ്കി നേരത്തെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ധാതുഖനന കരാറിൽ ഒപ്പിടുന്നതുൾപ്പെടെ ശാശ്വതമായ സമാധാനത്തിനായി ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയെ പിണക്കിക്കൊണ്ട് യുക്രൈന് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. ഇത്രയും കാലം റഷ്യക്കെതിരായി യുക്രൈൻ യുദ്ധം ചെയ്തത് അമേരിക്കയുടെ പിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ്. റഷ്യയുമായുള്ള യുദ്ധത്തിനിടയിൽ കഴിഞ്ഞ 4 വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരമേറിയ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി യുക്രൈൻ മാറിയിട്ടുണ്ട്. 2020 മുതൽ 2024 വരെയുള്ള കാലയളവിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരമേറിയ ആയുധങ്ങൾ യുക്രൈൻ വാങ്ങിക്കൂട്ടിയത്. 2020നും 2024നും ഇടയിൽ യുക്രൈൻ 35 രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. 2020 മുതൽ 2024 വരെ എടുത്താൽ ലോകത്തിലെ മൊത്തം ഇറക്കുമതിയുടെ 8.8% യുക്രൈനാണ് നടത്തിയിരിക്കുന്നത്. എല്ലാ ഡെലിവറികളുടെയും 45% US ആയിരുന്നു. തൊട്ടു പിന്നിൽ ജർമ്മനി 12%. അതിന് പിന്നാലെയായി പോളണ്ട് ഉണ്ട് 11%. ആഗോളതലത്തിൽ നടക്കുന്ന ആയുധ കയറ്റുമതിയുടെ ഏകദേശം 9%-ഓളം യുക്രൈനിലേക്കാണ് എത്തിയത്. റഷ്യയുമായുള്ള തുടർച്ചയായ യുദ്ധമാണ് യുക്രൈൻ്റെ ഈ ഇറക്കുമതിയുടെ പ്രധാന കാരണം. ഇതേ കാലയളവിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി 155% വർദ്ധിച്ചതായി കാണാൻ സാധിക്കുന്നു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ നേരിട്ടുള്ള അനന്തരഫലമായി ഇതിനെ കാണാവുന്നതാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരൻ അമേരിക്ക തന്നെയാണ്. ഇപ്രാവശ്യവും അമേരിക്ക ആ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. 2020നും 2024നും ഇടയിൽ മൊത്തം 107 രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ അമേരിക്ക വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ 2015നും 2024നും ഇടയിൽ റഷ്യയിൽ ആയുധ കയറ്റുമതി 63% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2021ലും 2022ലും മൊത്തം അളവ് കഴിഞ്ഞ 2 ദശകങ്ങളിലെ ഏറ്റവും താഴ്ന്ന രീതിയിലായിരുന്നു. റഷ്യ മറ്റു രാജ്യങ്ങളിൽ ആയുധങ്ങൾ വിൽക്കുന്നതിനു പകരം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി സ്വയം സ്വരുക്കൂട്ടുകയായിരുന്നു എന്നതാണ് ഇതിലെ പ്രധാന കാരണം. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരനായ അമേരിക്കയെക്കുറിച്ചാണ്. ഒരു വശത്ത് സമാധാനത്തിനായി അമേരിക്ക മുറവിളി കൂട്ടുമ്പോൾ മറുവശത്ത് ലോകം മുഴുവൻ അമേരിക്ക ആയുധ കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.